നിവിൻ പോളിയുടെ വിശദീകരണം ശരിയല്ല, അത് വാസ്തവവിരുദ്ധമാണെന്ന് പീഡനക്കേസിലെ പരാതിക്കാരി മീഡിയ വണ്ണോട്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോ ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്? അതായത് നവംബർ ഡിസംബർ 2023. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. എവിടെ വെച്ചിട്ട്? ദുബായിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾ നമ്മുടെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടം വരെ പോകാമോ, ഏതറ്റം വരെ പോകാമോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ സോഷ്യൽ മീഡിയ വഴി നമ്മളെ നാറ്റിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് പ്രചരിച്ചത്. ഇവർ നമ്മളോട് പറഞ്ഞിരുന്നു നമ്മൾ കേസ് കൊടുക്കുമ്പോൾ അവർക്ക് പിടിപാടുള്ള ആൾക്കാരാണ്, മന്ത്രിമാരടക്കം അവർക്ക് പിടിപാടുള്ള ആൾക്കാരുണ്ട്. ഒരെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമാണെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിങ്ങിലായിരുന്നുവെന്നും ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്നും വിനീത് പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു താരമെന്നാണ് സംവിധായകന്റെ വിശദീകരണം. ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഇതിന് ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടാവണ്ടല്ലോ.